മനുഷ്യരുടെ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയും അവളുടെ നായയും ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് ഫെയറി ടെയിൽ ലോകത്തിലേക്ക് എത്തി. അവിടെ നിന്ന് അവൾക്ക് ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ എമറാൾഡ് സിറ്റിയിലെ ഒരു മന്ത്രവാദിനെ കണ്ടുപിടിക്കണം. അങ്ങനെ അവിടെ വെച്ച് അവൾക്ക് കിട്ടിയ 3 കൂട്ടുകാരെയും കൂട്ടി ആ മന്ത്രവാദിനെ തേടിപ്പോകുന്ന സാഹസിക യാത്രയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഡയറക്റ്റായി മൂവിയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മനുഷ്യരുടെ കണ്ണിൽപ്പെടാത്ത ഒരു മായാജല ലോകമാണ്. മായാജലം നിറഞ്ഞ ആ ലോകത്തിലൂടെ ഒരു പക്ഷി പറന്നു വന്ന് ഒരു കൊട്ടാരത്തിലേക്ക് എത്തി. ഈ നാട് ഭരിക്കുന്ന മന്ത്രവാദിനിയുടെ കൊട്ടാരമായിരുന്നു ഇത്. ഇവിടെ ഇപ്പോൾ ആ മന്ത്രവാദിനി എന്തോ ഒരു എലിക്സർ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് ആ കിളി അങ്ങോട്ടേക്ക് പറന്നു എന്ന് പറയുന്നത്. മാർട്ടിൻ സിസ്റ്റർ, നിനക്ക് ആ ഇമ്മോർട്ടാലിറ്റി എലിക്സർ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു പകരമായി നീ അവർക്ക് ഈ സിൽവർ ഷൂ കൊടുക്കണം. എന്നാൽ ഈ കിളി പറയുന്നതൊന്നും മന്ത്രവാദിനി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ ശ്രദ്ധ മുഴുവനും ആ എലിക്സർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും ആ കിളി സിൽവർ ഷൂ എടുക്കാനായി അതിന്റെ കണ്ണാടി തകർക്കാനായി ശ്രമിച്ചു. സൗണ്ട് കേട്ട് ടെൻഷനായ മന്ത്രവാദിനി അങ്ങോട്ടേക്ക് ഓടിയെത്തി. എന്റെ അനുവാദമില്ലാതെ ഇതെടുക്കാൻ നിനക്ക് ധൈര്യമായോ? അതും പറഞ്ഞ് ആ കിളിയുടെ കഴുത്ത് ഞെരിച്ച് അതിനെ താഴെയിട്ടു. എന്നിട്ട് അവൾ അവളുടെ അസിസ്റ്റന്റിനെ ഉറക്കെ വിളിച്ചു. നീ ഇതെവിടെ പോയി കിടക്കുക? എത്ര നേരമായി നീ ആ പൂവെടുക്കാൻ പോയിട്ട്? അവളുടെ വിളി കേട്ടതും ആ മന്ത്രവാദിനിയുടെ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഇതാ നിങ്ങൾ പറഞ്ഞ ആ പൂവ്. 20 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന പൂവായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവനിത് എടുത്തോണ്ട് വന്നത്. അങ്ങനെ അവൾ ആ പൂവും വാങ്ങി ആ എലിക്സറിലിട്ടതും പെട്ടെന്ന് അതിലൊരു ചുഴലിക്കാറ്റ് ഉണ്ടാവാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൾ അതെടുത്ത് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ചു. ഇനി ഈ ലോകം എന്റെ കൈകളിലാണ്. മനുഷ്യരാരും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ലോകം മുഴുവനും ഡാർക്കായി ഇനി എന്റെ കൺട്രോളിലാവും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നേരെ കൊട്ടാരത്തിന് പുറത്തേക്ക് പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ ലോകമാണ്. ഒരു ഫാമിലി ഇവിടെ വെക്കേഷൻ ട്രിപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അതിലാ കൊച്ചു പെൺകുട്ടിയില്ലേ, ഇവളാണ് നമ്മുടെ കഥയിലെ നായിക. നായിക ഒരു മൊബൈൽ അഡിക്റ്റ് ആണ്. മൊബൈൽ ഇല്ലാതെ അവൾക്ക് ഒരു നിമിഷം പോലും പറ്റില്ല. ഇങ്ങനെ പോയാൽ അവളുടെ ലൈഫ് സ്പോയിലാവും എന്ന് മനസ്സിലാക്കിയ അവളുടെ പേരൻസ് അവളെ അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാണ്. എന്നാൽ നായിക ഇപ്പോഴും ബുക്ക് വായിക്കുവാണെന്നും പറഞ്ഞ് ബുക്കിനകത്ത് ഫോൺ വെച്ച് റീല് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഡൗട്ട് തോന്നിയ അവളുടെ അച്ഛൻ ബുക്ക് വാങ്ങി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാ അതിനകത്ത് ഫോൺ ഇരിക്കുന്നു. നിന്നോട് എത്ര തവണ പറഞ്ഞാലും നീ കേൾക്കില്ലല്ലേ? നീ ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞങ്ങൾ ട്രിപ്പിന് കൊണ്ടുവന്നത്. എന്നിട്ടും നീ എന്താ കേൾക്കാത്തത്? അത്രയും പറഞ്ഞ് അവളുടെ അച്ഛൻ ഫോൺ മേടിച്ച് മാറ്റിവെച്ചു. എന്നാൽ നായിക വാശി പിടിച്ച് വണ്ടി നിർത്തിച്ചു. അച്ഛാ പ്ലീസ്, ഫോൺ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോഴാണ് നായികയുടെ അമ്മ പറയുന്നത്, ഫോൺ മാത്രമല്ല ലോകം, ദേ നീ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയേ, എന്ത് മനോഹരമായി ഇവിടെയൊക്കെ കാണാൻ. ഇതെല്ലാം നമ്മൾ ആസ്വദിക്കാനുള്ളതാണ്. എന്നാൽ നായിക അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവൾ വീണ്ടും വാശി പിടിച്ചു തുടങ്ങി. ഇത് കണ്ട അവളുടെ അച്ഛനാകെ ദേഷ്യം വന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, വെക്കേഷൻ കഴിയുന്നത് വരെ നിനക്ക് ഞാൻ ഫോൺ തരില്ലെന്നും പറഞ്ഞ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വാനിൽ ഫോൺ വെച്ച് അത് ലോക്ക് ചെയ്തു വെച്ചു. എന്നാൽ ഇത് കണ്ട നായിക ആകെ ടെൻഷനായി. ഫോൺ തരാതെ ഞാൻ നിങ്ങൾ കൂടെ വരില്ലെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നു പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ മന്ത്രവാദിനി ഉണ്ടാക്കിയ ആ ചുഴലിക്കാറ്റ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇത് കണ്ട അവളുടെ അച്ഛനും അമ്മയും അവളെയും എടുത്തുകൊണ്ട് ഓടി വന്ന് കാറിൽ കയറി. എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് നായിക അവളുടെ ഫോൺ എടുക്കാനായി ഓടിപ്പോയി ആ വാനിൽ കയറുന്നത്. ഇത് കണ്ട അവളുടെ നായക്കുട്ടിയും അവളുടെ കൂടെ പോയി ആ വാനിൽ കയറി. നായികയുടെ അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ ആ ചുഴലിക്കാറ്റ് അങ്ങോട്ട് വന്ന് നായിക ഇരുന്ന ആ വാനും എടുത്തുകൊണ്ട് അവിടുന്ന് പറന്നു പോകാൻ തുടങ്ങി. നായിക അതിനകത്ത് കിടന്ന് ഉറക്കം നിലവിളിച്ചെങ്കിലും അവളുടെ അച്ഛനും അമ്മയ്ക്കും അത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതേ സമയം ആ ചുഴലിക്കാറ്റുണ്ടാക്കിയ ആ മന്ത്രവാദിനി അവളുടെ കൊട്ടാരത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് ചുഴലിക്കാറ്റിൽപ്പെട്ട നായികയുടെ വാൻ വന്ന് ആ മന്ത്രവാദിനിയുടെ ദേഹത്തേക്ക് വീഴുന്നത്. അതോടെ അവിടെ വെച്ച് തന്നെ ആ മന്ത്രവാദിനി മരിച്ചുപോയി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നായികയ്ക്ക് ബോധം വന്നത്. കണ്ണു തുറന്ന് നോക്കിയപ്പോഴാ അവളുടെ നായ മുന്നിൽ നിൽക്കുന്നു. അവളെ കണ്ടതും നായ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഓ ഭാഗ്യം, അവസാനം നീ എഴുന്നേറ്റല്ലേ, എത്ര നേരമായെന്നറിയോ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ നായ സംസാരിക്കുന്നത് കേട്ടതും നായിക ആകെ ഷോക്കായി. നിനക്ക് സംസാരിക്കാനൊക്കെ പറ്റുമോ? ഇത് വല്ല സ്വപ്നവുമാണോ, അതോ നീ ശരിക്കും സംസാരിച്ചോ? എന്നാൽ ഇത് കേട്ട നായയും ആകെ ഷോക്കായി. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ആക്സിഡന്റിൽ നിന്റെ തലയോടെ ഇടിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം ഞാൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നത്. അല്ല, നമ്മളിപ്പോൾ എവിടെയാണെന്ന് വല്ല ഐഡിയയും ഉണ്ടോ? പതിയെ ഡോർ തുറന്ന് നോക്കിയപ്പോഴാ അവരിപ്പോൾ ഉള്ളത് ആ മാന്ത്രിക ലോകത്തിലായിരുന്നു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അത് മനസ്സിലായതേ ഇല്ല. ആ മന്ത്രവാദിനിയുടെ കൊട്ടാരത്തിലെ ഏറ്റവും മുകളിലെ ഒരു എഡ്ജിലായിരുന്നു അവരുടെ വാൻ കിടക്കുന്നത്. അത് കണ്ട അവളുടെ നായ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ വേഗം പുറത്തിറങ്ങാൻ നോക്ക്, ഈ വാൻ ഇപ്പോൾ മറിയും. എന്നാൽ നായിക ഇപ്പോഴും അവളുടെ ഫോൺ അവിടെ നിന്ന് തിരയുവാണ്. അങ്ങനെ ഫോണും കണ്ടുപിടിച്ച് അവൾ ചാടി ഇറങ്ങിയതും വാൻ നേരെ താഴേക്ക് വീണു. എന്നാൽ ഇതെല്ലാം ആ മന്ത്രവാദിനിയുടെ അസിസ്റ്റന്റ് കാണുന്നുണ്ടായിരുന്നു. നായികയെ കൊട്ടാരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വന്ന് ഗ്രാമത്തിലുള്ളവരോട് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്, ആ മന്ത്രവാദിനി മരിച്ചുപോയി. അത് കേട്ടതും അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം
സന്തോഷമായി. കാരണം ഇത്രയും നാളും ഈ നാട് ഭരിച്ചിരുന്നത് ആ ക്രൂരായ മന്ത്രവാദിനിയായിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തിലുള്ളവർ ചോദിക്കുന്നത്, ആ മന്ത്രവാദിനി മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി ആരാ ഈ നാട് ഭരിക്കാൻ പോകുന്നത്? അത് കേട്ട ആ അസിസ്റ്റന്റ് പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇനി ഈ നാട് ഞാൻ ഭരിക്കാം. അത് കേട്ടതും ഗ്രാമത്തിലുള്ളവർ അവനെ നോക്കി തെറി വിളിക്കാൻ തുടങ്ങി. നിന്നെയൊന്നും ഞങ്ങൾക്ക് വേണ്ട, വേഗം പോകാൻ നോക്ക്. ഇത് കേട്ട അസിസ്റ്റന്റിന് ആകെ ദേഷ്യം വന്നു. നോക്കിക്കോ, ഇതിന് ഉറപ്പായും ഞാൻ പ്രതികാരം ചെയ്തിരിക്കുമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. എന്നാൽ നായിക്ക് അവിടെ നടക്കുന്ന ഒന്നും മനസ്സിലായില്ല. ആരാ ഇവരൊക്കെ? നമ്മളൊക്കെ ഇതെവിടെയുള്ളത്? അപ്പോഴാണ് ആ ഗ്രാമത്തിലുള്ളവർ നായികയെ നോക്കി പറയുന്നത്, നമ്മുടെ അടുത്ത റാണി ഇവളാണ് നമ്മുടെ നാട് ഭരിക്കാൻ പോകുന്നത്. ആരാ ഇവരൊക്കെ? ഇവരെന്തിനാ എന്നെ റാണി എന്ന് വിളിക്കുന്നത്? ഇനി ഇത് ഷൂട്ടിംഗ് സെറ്റ് വല്ലതുമാണോ? പെട്ടെന്നാണ് നായികയുടെ അടുത്തേക്ക് ഒരു വെള്ള കളർ വെളിച്ചം വരുന്നത്. അത് കണ്ടതും ഗ്രാമത്തിലുള്ളവർക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അത് എലീന എന്ന് പേരുള്ള ഒരു പാവം മന്ത്രവാദിനിയായിരുന്നു. അവർ നായികയുടെ മുന്നിലേക്ക് വന്നത് നായിക ചോദിച്ചു, ഏതായി സ്ഥലം? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കെന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അത് കേട്ടതും എലീന പറഞ്ഞു, നിനക്ക് വേണ്ട എല്ലാത്തിനുമുള്ള ഉത്തരം ഞാൻ തരാം. പക്ഷെ അതിനു മുമ്പ് അവിടെ നിന്ന് ഒന്ന് കുറച്ച് മാറി നിൽക്ക്. കാരണം നീ നിൽക്കുന്ന സ്ഥലത്താണ് നിന്റെ വാൻ വീണ് എന്റെ സിസ്റ്റർ മരിച്ചുപോയത്. അത് കേട്ട് നായിക താഴേക്ക് നോക്കിയപ്പോൾ അവിടെ അവളുടെ ചാമ്പൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, എന്റെ വാൻ എങ്ങനെ ഇവരുടെ മുകളിൽ വന്ന് വീണു? ഓ അതാണോ? അത് ഞാൻ ചെയ്തതാ. എന്റെ സിസ്റ്ററായ ആ ദുഷ്ട മന്ത്രവാദിനി ഒരു അത്യാഗ്രഹിയായിരുന്നു. എല്ലാവരെയും കൊന്ന് ഈ ലോകം മുഴുവൻ അവൾ ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവൾ ആ ചുഴലിക്കാറ്റുണ്ടാക്കി നിങ്ങളുടെ ലോകം നശിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് നിന്റെ ആ വാൻ അവളുടെ തലയിലേക്കിട്ട് അവളെ കൊന്നത്. പക്ഷെ നീ എങ്ങനെ ആ വാനകത്ത് വന്നു? ഞാൻ നോക്കുന്ന സമയത്ത് ആ വാനിൽ ആരുമില്ലായിരുന്നു. അപ്പോൾ ഞാനിനി എങ്ങനെ എന്റെ ലോകത്തേക്ക് തിരിച്ചു പോകും? എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. നിങ്ങൾക്ക് എന്നെ ഇന്ന് സഹായിക്കാൻ പറ്റില്ലേ? ഇല്ല, നിന്നെ തിരിച്ചു പറഞ്ഞുവിടാനുള്ള ആ സ്പെല്ല് യൂസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ആ സ്പെല്ല് യൂസ് ചെയ്യുന്നത് ദുഷ്ട മന്ത്രവാദിനികളാണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് എടുത്ത് കാണിച്ചു കൊടുത്തു. ദേ ഇത് ഈ സിറ്റിയുടെ ഫുൾ മാപ്പാണ്. എന്നിട്ട് ഒരു സ്ഥലം തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെയാണ് ഗുഡ്വിൻ മന്ത്രവാദിനി ഉള്ളത്. അവിടെ ചെന്ന് അവരെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അവർ നിന്നെ സഹായിക്കും. പക്ഷെ അങ്ങനെ ഈസി ആയിട്ടൊന്നും അവരെ കാണാൻ പറ്റില്ല. ആദ്യം നീ 3 ഫെയറി ടെയിലുകളെ സഹായിക്കണം. അങ്ങനെ അവരെ സഹായിച്ചാൽ മാത്രമേ ആ ഗുഡ്വിൻ മന്ത്രവാദിനെ കണ്ട് നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. ദേ ആ കാണുന്ന വഴി കണ്ടോ? അതുവഴി നേരെ പോയാൽ മതി. നീ എത്തേണ്ടടുത്ത് നീ എത്തിക്കോളും. അത്രയും പറഞ്ഞ് ആ മന്ത്രവാദിനി അവിടുന്ന് മാഞ്ഞുപോയി. അപ്പോഴാണ് നായിക ശ്രദ്ധിക്കുന്നത്, അവളുടെ കാലില് ഒരു ഷൂ കാണുന്നില്ല. ഷൂ ഇല്ലാതെ അത്രയും ദൂരം ഞാൻ എങ്ങനെ നടക്കാനാ എന്നവൾ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് അവളുടെ നായക്കുട്ടി കൊട്ടാരത്തിനകത്തേക്ക് ഓടിപ്പോയി ആ മന്ത്രവാദിനിയുടെ സിൽവർ ഷൂ കടിച്ചു പിടിച്ചോണ്ട് വരുന്നത്. എന്നാൽ ഷൂ കണ്ടത് നായിക പറഞ്ഞു, ഇത് ഒരുപാട് വലിയ ഷൂവാ, ഇതിട്ടോണ്ട് ഞാൻ എങ്ങനെ നടക്കാനാ? തൽക്കാലം നീ ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യ്. ഇവിടെ ഇപ്പോൾ വേറെ ഷൂ ഒന്നും കിട്ടില്ല. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് നായിക ആ ഷൂ എടുത്തിട്ടു. എന്നാൽ ആ ഷൂ അവളുടെ കാലിലിട്ട് കഴിഞ്ഞതും ആ ഷൂ അവളുടെ കാലിന്റെ കറക്റ്റ് സൈസായി മാറി. അങ്ങനെ രണ്ടുപേരും കൂടി അവരുടെ യാത്ര തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് ഒരു പിങ്ക് കളറിലുള്ള രാജ്യമാണ്. ഈ രാജ്യവും ഒരു ദുഷ്ടമന്ത്രവാദിനിയാണ് ഭരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു കിളിയെ വിട്ട് ഷൂ മോഷ്ടിക്കാൻ നോക്കിയില്ലേ, അത് ഇവളായിരുന്നു. അപ്പോഴാണ് ആ കിളി അങ്ങോട്ടേക്ക് പറന്നു വന്ന് പറയുന്നത്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഫ്രണ്ടായ ആ മന്ത്രവാദിനിയില്ലേ, അവൾ മരിച്ചുപോയി. അത് കേട്ട് ഇവൾക്ക് ആദ്യം ഒന്ന് സങ്കടം വന്നെങ്കിലും പിന്നീട് അവൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവൾ ഇല്ലാതായതുകൊണ്ട് അവളുടെ മാന്ത്രിക ഷൂസ് ഇവൾക്ക് ഒറ്റയ്ക്ക് സ്വന്തമാക്കാം. അല്ല, അവൾ മരിച്ചുപോയ സ്ഥിതിക്ക് നീ എന്താ മാന്ത്രിക ഷൂസ് എടുത്തോണ്ട് വരഞ്ഞത്? ഓ അതാണോ? അത് പുതിയതായി 2 പേര് വന്നു. അതിലൊരു കൊച്ചു പെൺകുട്ടിയുമുണ്ട്. അവള് ആ ഷൂ എടുത്തോണ്ട് പോയി. അത് കേട്ടതും അവൾക്കൊക്കെ ദേഷ്യം വന്നു. എത്രയും പെട്ടെന്ന് ആ ഷൂ എന്റെ കയ്യിൽ എത്തിക്കണം. കാരണം ആ ഷൂ എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാം സ്വന്തമാക്കാം. അത് കേട്ടതും ആ കിളി നായികയെ തേടി അവിടുന്ന് പറന്നുപോയി. നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഒരു കണ്ണിനെ കൂടി അയക്കുവാണെന്നും പറഞ്ഞ് അവളുടെ ഒരു കണ്ണൂരി ആ കിളിയുടെ പുറകെ പോകാൻ പറഞ്ഞു. ഇതേ സമയം നായിക ആ മന്ത്രവാദിനി പറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുവാണ്. കുറെ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇനി എത്ര ദൂരം നടക്കണമെന്ന് പോലും അറിയില്ല. അല്ല, ഇനി ആ 3 ഫെയറി ടെയിലിനെ ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാന്? അങ്ങനെ അവൾ നടന്ന് ഒരു മത്തങ്ങ തോട്ടത്തിലെത്തി. ആ തോട്ടത്തിന് നടുക്കൊരു ചെറിയ ബൊമ്മയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നായികയുടെ നായ്ക്കുട്ടി അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അത് അനങ്ങുന്ന പോലെ തോന്നിയത്. ഓടിച്ചെന്ന് നായികയോട് ഈ കാര്യം പറഞ്ഞു. നിനക്ക് ചുമ്മാ തോന്നിയതായിരിക്കും, ഇത് വെറും ഒരു ബൊമ്മയല്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോകാനായി ഇറങ്ങുമ്പോഴാണ് ആ മന്ത്രവാദിനി പറഞ്ഞുവിട്ട കിളി അങ്ങോട്ടേക്ക് പറന്നു വരുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ മന്ത്രവാദിനിയുടെ കണ്ണുമൂലം അവൾ കാണുന്നുണ്ടായിരുന്നു. ആ കിളി നേരെ വന്ന് നായികയോട് പറഞ്ഞു, നീ ഇവിടെ പുതുതായി വന്നതല്ലേ, ഞാനൊരു ഫെയറി ടെയിൽ ആണെന്നും പറഞ്ഞ് അവളെ പറ്റിക്കാൻ ശ്രമിക്കുവാണ്. കാരണം ആ മന്ത്രവാദിനി പറഞ്ഞായിരുന്നല്ലോ 3 ഫെയറി ടെയിലിന്റെ സഹായം ഉണ്ടെങ്കിലേ അവൾക്ക് അവളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന്. അതുകൊണ്ട് കള്ളം പറഞ്ഞ് ഇവളോട് അടുക്കാനായി ശ്രമിക്കുവാണ്. ശരിക്കും
ശരിക്കും നീ പറഞ്ഞ സത്യമാണോ? നീ ഒരു ഫെയറി ടെയിലാണോ? അങ്ങനെയെങ്കിൽ എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമാണ്. പെട്ടെന്നാണ് ആ ബൊമ്മ കണ്ണു ചിമ്മുന്നത് നായിക കാണുന്നത്. അവൾ അത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ്. ഇവിടെ വെറും ബൊമ്മയ്ക്കൊക്കെ ജീവനുണ്ടല്ലേ? അതും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ഫോൺ എടുത്ത് അതിന്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. എന്നാൽ ഇത് കണ്ട ആ കിളി വിചാരിച്ചത് നായിക എന്തോ മന്ത്രം യൂസ് ചെയ്യുന്നെന്ന്. അതുകൊണ്ട് തന്നെ ആ കിളി അവിടുന്ന് പേടിച്ച് പറന്നുപോയി. പക്ഷെ ആ ബൊമ്മ എന്തൊക്കെയോ അവളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതിന് വായില്ലാത്തത് കൊണ്ട് അവളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓ, നിനക്ക് വായില്ലല്ലേ? ഒരു മിനിറ്റ്. അത്രയും പറഞ്ഞ് അതിനെ താഴേക്ക് തള്ളിയിട്ട് തറയിൽ കിടന്ന ഒരു കല്ലെടുത്ത് അതിനെ വാ വരച്ചു കൊടുത്തു. വാ കിട്ടി കഴിഞ്ഞതും അത് അവളോട് നിർത്താതെ സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ട നായിക ഇതിനോട് പറഞ്ഞു, നീ വെറും ഒരു ബൊമ്മയല്ലേ, അതുകൊണ്ട് നിനക്ക് തലച്ചോറില്ലെന്ന് മനസ്സിലായി. നീയും എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഗുഡ്വിൻ മന്ത്രവാദിനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. കാരണം ഞാനും അവരെ കാണാൻ പോകുക. അത് കേട്ട ബൊമ്മ പറഞ്ഞു, നീ പറഞ്ഞു സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വരാം. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആ ദുഷ്ട മന്ത്രവാദിനിക്ക് ആകെ ദേഷ്യം വന്നു. വേഗം അവൾ അവളുടെ 2 സെക്യൂരിറ്റികളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നമ്മുടെ ജയിലിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു കാനിബൽ ഇല്ലേ, അവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവാ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്റെ സിംഹത്തിനെ വിട്ട് ഞാൻ നിങ്ങളെ കൊല്ലിക്കുമെന്നും പറഞ്ഞ് ആ സിംഹത്തെ കാണിച്ച് അവൾ അവരെ പേടിപ്പിച്ചു. അത് കണ്ടു പേടിച്ച ആ കാവൽക്കാർ എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോയി. ഇതേ സമയം നായിക നടന്ന് ഒരു വലിയ കാടിനടുത്തെത്തി. ആ കാട്ടിലേക്ക് കയറാൻ അവൾക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും അവളുടെ നായ്ക്കുട്ടിയും പിന്നെ ബൊമ്മയും കൂടെയുള്ളത് കൊണ്ട് അവൾ പേടിക്കാതെ അവരുടെ കൂടെ ആ കാട്ടിനുള്ളിലേക്ക് കയറി. എന്നാൽ ഇതേ സമയം ആ ദുഷ്ടമന്ത്രവാദിനിയുടെ കൊട്ടാരത്തിൽ അവളുടെ സെക്യൂരിറ്റികൾ ആ കാനിബലെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവനെ കണ്ടു കഴിഞ്ഞതും ആ മന്ത്രവാദിനി എന്തോ ഒരു മാജിക് യൂസ് ചെയ്തതും അവിടെയെല്ലാം കൂണുകൾ വളർന്നു വരാൻ തുടങ്ങി. അതിൽ ഓരോ കൂണുകൾക്കുള്ളിൽ നിന്നും ആ കാനിബൽ കൊന്ന ആളുകളുടെ നിലവിളി ശബ്ദമുണ്ടായിരുന്നു. ഉടനെ തന്നെ അവൾ അവന്റെ ചങ്ങലയെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നീ എനിക്കൊരു സഹായം ചെയ്യണം. അത് ചെയ്യാമെന്ന് നീ സമ്മതിച്ചു കഴിഞ്ഞാൽ നിന്റെ പഴയ വീടും പിന്നെ നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. അത് കേട്ടതും അവന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ശരിക്കും എനിക്കിനി ആരെ വേണമെങ്കിലും കൊല്ലാമോ? അതെ, നിനക്കിനി ആരെ വേണമെങ്കിലും കൊല്ലാം. പക്ഷെ ആ സിൽവർ ഷൂ കണ്ടുപിടിച്ച് നീ എനിക്ക് കൊണ്ടുതരണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വീടിന്റെ താക്കോലും പിന്നെ നിന്റെ പഴയ സാധനങ്ങളും ഞാൻ തിരിച്ചു തരും. അത് കേട്ടതും അവൻ സന്തോഷത്തോടെ അവിടുന്ന് പോയി. ഇതേ സമയം നായിക കാട്ടിലൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പോട്ടിൽ പോലെ എന്തോന്ന് കാണുന്നത്. അവൾ അതെടുത്ത് കയ്യിൽ പിടിച്ചതും കാട്ടിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത് കേട്ടതും അവന്റെ നായ്ക്കുട്ടി പേടിച്ചോടാൻ തുടങ്ങി. അത് കണ്ട നായികയ്ക്ക് ആകെ ടെൻഷനായി. നീ ഇതെങ്ങോട്ട് പോകുക? നമ്മൾ പോകേണ്ട വഴി അതല്ല. അതും പറഞ്ഞ് നായിക ആ നായെ ഫോളോ ചെയ്തു പോയി. അങ്ങനെ അവസരം ആ നായ ഓടി ഓടി ഒരു പ്രതിമയുടെ അടുത്ത് വന്ന് നിന്നു. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യന്റെ പ്രതിമ. നായിക അതിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതിനെ കാണാൻ ഒരു മനുഷ്യനെ പോലെ തന്നെ ഉണ്ടല്ലോ. അപ്പോഴാണ് അവൾ അത് ശ്രദ്ധിക്കുന്നത്. ആ പ്രതിമയുടെ വായ അനങ്ങുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവൾക്കിപ്പോ വഴി കിടന്ന് ഒരു ബോട്ടിൽ കിട്ടിയില്ലേ, അതൊരു ഓയിൽ ബോട്ടിലായിരുന്നു. അവൾ ആ ഓയിലെടുത്ത് ആ പ്രതിമയുടെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തതും ആ പ്രതിമ എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നാളായി ഞാൻ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് നിൽക്കുവാണെന്ന് അറിയാമോ? അങ്ങനെ ഇരുമ്പ് മനുഷ്യൻ അതിന്റെ കഥ പറയാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിന്നെ പോലെ മനുഷ്യനായിരുന്നു. അങ്ങനെയിരിക്കൽ ഞാനും ഒരു പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായി. പക്ഷെ അവളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ ഈ ബന്ധം തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവളുടെ അമ്മ ആ ദുഷ്ടമന്ത്രവാദിനിക്ക് പണം കൊടുത്ത് എന്നെ ഒരു ഇരുമ്പ് പ്രതിമയാക്കി മാറ്റി. അത് മാത്രവുമല്ല, ആ ഓയിൽ ബോട്ടിൽ എപ്പോഴും കൂടെ ഉണ്ടാവണം. അത് ഇടയ്ക്കിടയ്ക്ക് എന്റെ ശരീരത്തിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് നിൽക്കുന്നിടത്ത് നനങ്ങാൻ പറ്റില്ല. കുറച്ചുനാൾ മുമ്പ് അതെന്റെ കയ്യിൽ നിന്ന് കാണാതെ പോയി. അങ്ങനെയാണ് ഞാൻ ഒരു പ്രതിമയായി മാറിയത്. എന്തായാലും എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഇങ്ങനെയാക്കിയ ആ ദുഷ്ടമന്ത്രവാദിനെ കണ്ടുപിടിച്ച് എനിക്ക് കൊല്ലണം. അത് കേട്ടത് നായിക പറഞ്ഞു, ആ കാര്യം ഓർത്ത് നിങ്ങൾ ഇനി പേടിക്കണ്ട. ആ ദുഷ്ടമന്ത്രവാദിനി മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങൾ ഗുഡ്വിൻ എന്ന പേരുള്ള ഒരു മന്ത്രവാദിനെ കാണാനായി പോകുക. അവരെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചും പോകാം. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രൂപത്തിലായി മാറാനും കഴിയും. അത് കേട്ടതും ആ ഇരുമ്പ് മനുഷ്യൻ അവരുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ 4 പേരും കൂടി ഒരുമിച്ച് യാത്ര തുടങ്ങി. അങ്ങനെ പല പല മനോഹരമായ വഴികളിലൂടെ അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് അവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അമ്മ പറഞ്ഞത് ശരിയാണ്, പ്രകൃതി കാണാൻ എന്ത് രസമാണ്. ഇതൊന്നും ആസ്വദിക്കാതെ ഞാൻ ഇത്രയും നാളും ഫോണിൽ കുത്തി ഞാൻ എന്റെ സമയമെല്ലാം കളഞ്ഞു. അപ്പോഴാണ് അവൾ എന്താ സൗണ്ട് കേൾക്കുന്നത്. ഒന്നും ചിന്തിച്ചില്ല. സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് അവൾ ഓടിപ്പോയി നോക്കി. അപ്പോഴിതാ അവിടെ കാനിബൽ നായികയെ കൊന്നു തിന്നാനായി റെഡിയായി നിൽക്കുമായിരുന്നു. നായിക നേരെ ചെന്ന് അവനോട് ചോദിച്ചു, നിങ്ങളാണോ ആ ഗുഡ്വിൻ മന്ത്രവാദിനി? അതെ, അത് ഞാൻ തന്നെ. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇതിന് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ സഹായിക്കാലോ. എന്റെ വണ്ടിയിൽ കയറിയിരിക്കുക, ഞാൻ നിന്റെ വീട്ടിലെത്തിക്കാം. അതും പറഞ്ഞ് നായികയെ പിടിച്ച് അവന്റെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു അടുപ്പിൽ പിടിച്ചിരുത്തി. എന്നാൽ ഇവിടെ ബൊമ്മയും ഇരുമ്പ് മനുഷ്യനും ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നായിക കാണുന്നില്ലെന്ന്. രണ്ടുപേരും കൂടി അവളെ അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. അങ്ങനെ അവർ അവളെ നോക്കി വന്നപ്പോഴാണ് കാണുന്നത് കാനിബൽ നായികയെ ഒരു ബാരലിനകത്തിട്ട് അടച്ചു വെക്കുന്നു. അത് കണ്ടതും ആ ഇരുമ്പ് മനുഷ്യൻ ആകെ ഷോക്കായി. ഇവനൊരു കാനിബലാണ്. അവളെ അവൻ കൊന്നു തിന്നാൻ പോകുക. എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ രക്ഷിക്കണം.
അത്രയും പറഞ്ഞുകൊണ്ട് ആ ഇരുമ്പ് മനുഷ്യൻ നേരെ പോയി ആ ക്യാനിമലുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ആ കുതിരവണ്ടി മറിഞ്ഞ് നായിക ഇരുന്ന ബാരൽ താഴേക്ക് വീണു. ഇത് കണ്ട ബൊമ്മ ആ മലയുടെ മുകളിലേക്ക് പോയി ആ ക്യാനിമലിന്റെ തലയിലേക്ക് ഒരു വലിയ പാറക്കല്ല് തള്ളിയിട്ട് അവനെ കൊന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ദുഷ്ട മന്ത്രവാദിനി അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം ഇവിടെ നായിക ഇപ്പോഴാണ് ആ ബാരലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കാര്യങ്ങളെല്ലാം മനസ്സിലായതും അവളാകെ ഷോക്കായി. അപ്പോഴേക്കും ആ ബൊമ്മയും ആ ഇരുമ്പ് മനുഷ്യനും കൂടി നായികയെ വഴക്ക് പറയാൻ തുടങ്ങി. നീ എന്തിനാ അവൻ പറഞ്ഞ ഉടനെ ആ ബാരലിൽ കയറിയിരുന്നത്? ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ കൊന്നു തിന്നേനെ. എന്നാൽ ഇതെല്ലാം കേട്ടതും നായികയ്ക്കും ആകെ ദേഷ്യം വന്നു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ, അറിയാണ്ട് ഒരബദ്ധം പറ്റിയതാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ആ ഇരുമ്പ് മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും മിസ് ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് അവരുടെ അടുത്തെത്തണം. ഇത് കേട്ടതും ആ ഇരുമ്പ് മനുഷ്യനും ആകെ സങ്കടമായി. നീ പേടിക്കണ്ട, ഇനി ഞങ്ങൾ നിന്നെ വഴക്ക് പറയില്ല, ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവർ വീണ്ടും യാത്ര തുടങ്ങി. ഇതേ സമയം ഇവിടെ ദുഷ്ട മന്ത്രവാദിനി ആകെ ദേഷ്യത്തിലാണ്. ഒരുത്തനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എല്ലാവരും വെറും വേസ്റ്റ് ആണ്. ഇനി അവളെ എങ്ങനെ കൊന്ന് ആ ഷൂസ് സ്വന്തമാക്കും എന്നവൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നേരത്തെ മരിച്ചുപോയ മന്ത്രവാദിനിയുടെ ആ അസിസ്റ്റന്റില് അവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ കയ്യിൽ അവൾ അവസാനമായി ഉണ്ടാക്കിയ ആ മാജിക്കൽ പോർഷനും ഉണ്ടായിരുന്നു. അത് കണ്ട ആ മന്ത്രവാദിനി ചോദിച്ചു, നീ ആ മരിച്ചുപോയവളുടെ അസിസ്റ്റന്റ് അല്ലായിരുന്നോ? പെട്ടെന്ന് എന്തുപറ്റി എന്നെ കാണാൻ വരാൻ? അത് കേട്ടതും അവൻ പറഞ്ഞു, എനിക്കറിയാം നിനക്ക് വേണ്ടത് ആ ഷൂസ് ആണെന്ന്. അതെടുക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അതുമാത്രമല്ല, അവൾ അവസാനമായി ഉണ്ടാക്കിയ ഈ മാജിക്കൽ സ്പെല്ലും നിനക്ക് തരാം. അതിനു പകരമായി എനിക്ക് ആ രാജ്യം ഭരിക്കണം. അവിടുത്തെ അധികാരിയായി നീ എന്നെ അധികാരത്തിലിരുത്തണം. അത് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. ശരി, ഈ ഡീലിന് എനിക്ക് ഓക്കെയാണ്. പക്ഷെ ആ പെൺകുട്ടി എവിടെയുണ്ടെങ്കിലും അവളെ കൊന്ന് നീ ആ ഷൂസ് എനിക്ക് തരണം. എത്രയും പെട്ടെന്ന് അത് കൊണ്ടുതരാമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. ഇതേ സമയം നായികയും ടീമും പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ നായ്ക്കുട്ടി എന്തോ കണ്ട് കുരച്ചുകൊണ്ട് ഓടിപ്പോകുന്നത്. നായിക അതിനെ ഫോളോ ചെയ്ത് ചെന്നപ്പോഴതാ ഒരു സിംഹം ആ നായ്ക്കുട്ടിയെ പേടിച്ച് ഒരു മരച്ചിലയിൽ കയറിയിരിക്കുന്നു. നായിക കണ്ടതും ആ സിംഹം അവളോട് പറഞ്ഞു, ഇത് നിന്റെ നായ്ക്കുട്ടിയാണോ? ഇതിനൊന്ന് പിടിച്ചോണ്ട് പോകാമോ? ഇല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കടിച്ചു കൊല്ലും. അത് കേട്ടതും നായിക ചോദിച്ചു, നീ ഒരു സിംഹമല്ലേ, എന്തിനാ ഒരു നായ്ക്കുട്ടി കണ്ട് പേടിക്കുന്നത്? അത് കേട്ടതും ആ സിംഹം കാര്യം പറയാൻ തുടങ്ങി. ഞാനും നിന്നെ പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ എന്റെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ തെറ്റ് കാരണം ഒരു മന്ത്രവാദിനി എന്നെ ശപിച്ച് ഒരു സിംഹമാക്കി മാറ്റി. പക്ഷേ സിംഹത്തിന്റെ ശരീരം കിട്ടിയെങ്കിലും എന്റെ മനസ്സിപ്പോഴും മനുഷ്യന്റെ തന്നെയാ. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനോടും പേടിയാണ്. അങ്ങനെ ഇത് കേട്ടത് നായിക പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ. ഞങ്ങൾ ഒരു ഗുഡ് വിൻ മന്ത്രവാദിനെ തേടി പോകുക. അവൾ നമ്മുടെ എന്താഗ്രഹം സാധിച്ചു തരും. നിന്റെ പ്രശ്നങ്ങളെല്ലാം അവളോട് പറഞ്ഞ് നമുക്കത് സോൾവ് ചെയ്യാം. അത് കേട്ടതും ആ സിംഹത്തിന് സന്തോഷമായി അവളുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും കൂടി പിന്നെ യാത്ര തുടങ്ങി. ഇതേ സമയം ആ ദുഷ്ട മന്ത്രവാദിനിയോട് ആ അസിസ്റ്റന്റ് വന്ന് എന്തോ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും അവൾക്ക് ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവൾ എന്തോ ഒരു മന്ത്രം ചൊല്ലിയതും നായിക നടന്നു വരുന്ന ആ വഴി നിറയെ ഒരു ചെടി വളർന്നു വന്ന് അതിൽ നിറയെ ചുവന്ന പൂ പൂത്തു. അതോടെ ആ സ്ഥലം മുഴുവനും ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ തോട്ടമായി മാറി. പക്ഷെ ഇത് വെറും ഒരു ചെടിയല്ല, ഇതിൽ നിറയെ വിഷമായിരുന്നു. ഈ ചെടികൾക്കിടയിൽ കുറച്ചു നേരം നിന്നു കഴിഞ്ഞാൽ അവർ മരിച്ചുപോകും. എന്നാൽ ഇതൊന്നും അറിയാത്ത നായികയും ടീമും നടന്ന് ആ വലിയ തോട്ടത്തിനടുത്തെത്തി. ഇത്രയധികം പൂക്കൾ നിൽക്കുന്നത് കണ്ടതും നായികയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൾ ആ ചെടികൾക്കിടയിലേക്ക് പോയി നിന്ന് അവളുടെ ഫോൺ എടുത്ത് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം ആ മന്ത്രവാദിനി കാണുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ നീ മരിക്കും, അതോടെ ആ ഷൂസ് എനിക്ക് സ്വന്തം. എന്നാൽ ഇവിടെ ഫോട്ടോസ് എടുത്തോണ്ട് നിന്ന നായിക പെട്ടെന്ന് ബോധം കെട്ട് താഴേക്ക് വീണു. നായിക മാത്രമല്ല, ആ സിംഹവും പിന്നെ ആ നായ്ക്കുട്ടിയും ബോധം കെട്ട് വീണു. എന്നാൽ ആ ഇരുമ്പ് മനുഷ്യന് ബൊമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല, കാരണം അവർക്ക് രണ്ടുപേർക്കും ജീവനില്ലല്ലോ. എന്നാൽ ഇവര് ബോധം കെട്ട് കിടക്കുന്നത് കണ്ട ആ ബൊമ്മയും ഇരുമ്പ് മനുഷ്യനും വിചാരിച്ചത് ക്ഷീണം കാരണം അവർ കിടന്നുറങ്ങുവാണെന്ന്. അതുകൊണ്ട് അവരവളെ വിളിച്ചെണീപ്പിച്ചതുമില്ല. അപ്പോഴാണ് അവിടെ ചെറിയൊരു മാളത്തിൽ നിന്നും ഒരു എലി പുറത്തേക്ക് വരുന്നത്. ആരാ നിങ്ങൾ? നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? ഞങ്ങൾ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുവാണെന്ന് ആ ബൊമ്മ മറുപടി പറഞ്ഞു. ഇവിടെയാണോ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നത്? ഇതൊരു വിഷച്ചെടിയാണ്. ഇതിനിടയിൽ ജീവനുള്ള ആരെങ്കിലും നിന്നു കഴിഞ്ഞാൽ ഉറപ്പായും അവർ മരിച്ചു പോകും. അത് കേട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നായിക ഉറങ്ങുമല്ല, അവൾ വിഷം കാരണം ബോധം കെട്ട് കിടക്കുവാണെന്ന്. പെട്ടെന്ന് തന്നെ അവർ നായികയും പിന്നെ നായ്ക്കുട്ടിയും എടുത്ത് ആ തോട്ടത്തിന് പുറത്തേക്ക് വന്നു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ആ സിംഹത്തിനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് സിംഹം ഇപ്പോഴും ആ ചെടിക്കിടയിൽ മയങ്ങി കിടക്കുവാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞത് നായികയ്ക്ക് ബോധം വന്നു. അവൾ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോഴാ അവളുടെ നായ അവിടെ അനങ്ങാതെ കിടക്കുന്നു. അവൾ എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നേ ഇല്ല. അപ്പോഴാണ് ആ എലി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നത്, അതൊരു വിഷം നിറഞ്ഞ ചെടിയാണ്, അതിന്റെ ഇടയിൽ നിന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബോധം പോയത്. കുറച്ചു നേരം കൂടി നിങ്ങൾ അവിടെ കിടന്നിരുന്നെങ്കിൽ മരിച്ചു പോയേനെ. ഇപ്പോൾ ഈ നായ്ക്കുട്ടി ഓർത്ത് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ചു കഴിയുമ്പോൾ അവൻ എണീറ്റോളും. അത് കേട്ടപ്പോഴാണ് നായികയ്ക്ക് സമാധാനമായത്. അപ്പോഴാണ് നായിക ഇത് കാണുന്നത്. ആ ഇരുമ്പ് മനുഷ്യനും ബൊമ്മയും കൂടി
ആ സിംഹത്തിന്റെ അടുത്ത് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. കാരണം അതിനെ ഇതുവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അത് കണ്ട നായിക ആ സിംഹത്തിന്റെ അടുത്തേക്ക് ഓടാൻ നോക്കിയതും ഇരുമ്പ് മനുഷ്യൻ അവളെ പൊക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് പോയാൽ നീ മരിക്കുമെന്നല്ലാതെ ആ സിംഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്നാൽ ഇത് കേട്ടതും നായിക പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ അവളുടെ കരച്ചിൽ കണ്ടിട്ട് ആ എലിക്ക് ആകെ സങ്കടം വന്നു. അപ്പോഴാണ് അവരെ കാഴ്ച കണ്ട് ഞെട്ടുന്നത്. ആ സിംഹം കടന്നിരുന്ന സ്ഥലം തനിയെ നീങ്ങി വരുന്നു. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴത് ആ എലിയുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി വന്ന് ആ സിംഹത്തെ തള്ളി പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് ഇത്രയും നേരം അവരോട് സംസാരിച്ചുകൊണ്ട് നിന്ന ആ ഒരു എലികളുടെ റാണിയായിരുന്നു. അങ്ങനെ റാണി നായികയോട് പറഞ്ഞു, നിന്റെ അടുത്തുനിന്ന് ഞാനൊരു കാര്യം പഠിച്ചു. എത്ര വലിയ പ്രശ്നം വന്നാലും നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ വിട്ടുപോകാൻ പാടില്ലെന്ന്. ഇത് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാണെന്നും പറഞ്ഞ് ആ എലി അവൾക്ക് എന്തോ സമ്മാനമായി കൊടുത്തു. നീ ഇത് വെച്ചോ, എന്തെങ്കിലും ഒരിക്കൽ നിനക്കിത് കൊണ്ട് ഉപയോഗമുണ്ടാകും. അത് കേട്ട നായിക സന്തോഷത്തോടെ അത് വാങ്ങി. എന്നാൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആ മന്ത്രവാദിനി കാണുന്നുണ്ടായിരുന്നു. ഇത്തവണ നീയൊക്കെ രക്ഷപ്പെട്ടല്ലേ, ഇനി നിന്നെ കൊല്ലാൻ പോകുന്നത് എന്റെ സിംഹങ്ങളാണ്. അങ്ങനെ അവളുടെ 2 സിംഹങ്ങളെയും പിന്നെ അസിസ്റ്റന്റിനെയും കൂടി നായിക കൊല്ലാനായി പറഞ്ഞു വിട്ടു. ഇതേ സമയം ഇവിടെ നായികയും ടീമും ആ സിംഹം ഇതുവരെ എഴുന്നേൽക്കാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ഗുഹയിൽ താമസിക്കാമെന്ന് തീരുമാനിച്ചു. ഇനി ഒരു വലിയ പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്താൽ ഗുഡ്വിൻ മന്ത്രവാദിനിയുടെ അടുത്തെത്താം. അപ്പോഴാണ് ആ നായ്ക്കുട്ടി പറയുന്നത്, എനിക്ക് എന്തോ ഒരു വലിയ ജീവിയുടെ സ്മെല്ല് കിട്ടുന്നു. ഏകദേശം ഒരു സിംഹത്തിന്റെ സ്മെല്ല് പോലെയുണ്ട്. അത് കേട്ടത് നായികയ്ക്ക് മനസ്സിലായി എന്തോ ഒരു അപകടം വരാൻ പോകുവാണെന്ന്. എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഗുഡ്വിൻ മന്ത്രവാദിനിയുടെ അടുത്തെത്തണം. എന്നാൽ സിംഹത്തിന് ഇതുവരെ ബോധം തെളിയാത്തത് കൊണ്ട് അവർക്കതിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവേണ്ടി വന്നു. എത്രയും പെട്ടെന്ന് ആ പാലം ക്രോസ് ചെയ്യാനായി അവരെല്ലാവരും കൂടി നേരെ പാലത്തിനടുത്തെത്തി. എന്നാൽ ഇതേ സമയം തന്നെ ആ അസിസ്റ്റന്റും പിന്നെ 2 സിംഹങ്ങളും കൂടി അവരെ പിടിക്കാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നായികയും ടീംസും പാലത്തിലെത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ പാലത്തിന്റെ ഇടയിലൊക്കെ ചെറിയ വിള്ളലുണ്ടെന്നും അത് ക്രോസ് ചെയ്താലേ അവർക്ക് പോകാൻ പറ്റൂന്ന്. ഇത് കണ്ട ആ ഇരുമ്പ് മനുഷ്യൻ പറഞ്ഞു, ഞാനിവിടെ കിടക്കാം, നിങ്ങൾ എന്റെ ദേഹത്ത് ചവിട്ടി പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ നോക്ക്. അങ്ങനെ ഇരുമ്പ് മനുഷ്യന്റെ ദേഹത്ത് കയറി അവരത് ക്രോസ് ചെയ്തു. അപ്പോഴേക്കും ആ 2 സിംഹങ്ങളും അവരുടെ അടുത്തെത്തി. എന്നാൽ ഇവർക്ക് ഇവിടെ ഇനി ഒരെണ്ണം കൂടി ക്രോസ് ചെയ്താലേ ആ പാലം കടക്കാൻ പറ്റൂ. പക്ഷെ അത് കുറച്ച് വലുതാണ്, അത്ര ഈസി ആയിട്ട് അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ആ അസിസ്റ്റന്റ് സിംഹങ്ങളെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തി. അതിൽ 2 സിംഹങ്ങൾ നായികയെ കൊല്ലാനായി അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചാടി വീണു. എന്നാൽ അത്രയും വെയിറ്റും കൂടി താങ്ങാൻ ആ പാലത്തിന് കഴിഞ്ഞില്ല. പാലം പതിയെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. എന്നാൽ സിംഹങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നായികയെ കൊല്ലാനായി അവളുടെ അടുത്തേക്ക് വന്നതും ആ ഇരുമ്പ് മനുഷ്യൻ ഒരു സിംഹത്തെ തള്ളി താഴേക്കിട്ടു. മറ്റൊരു സിംഹം നായികയെ ആക്രമിക്കാനായി വന്നതും ആ ബൊമ്മ നായികയെ രക്ഷിക്കാനായി ആ സിംഹത്തിനെയും പിടിച്ചുകൊണ്ട് നേരെ താഴേക്ക് ചാടി. എന്നാൽ ആ ബൊമ്മ താഴേക്ക് വീഴുന്നത് കണ്ട് നായിക ആകെ തകർന്നു നിൽക്കുവാണ്. എന്നാൽ അപ്പോഴേക്കും ബാക്കിയുള്ള ഒരു സിംഹം കൂടി നായികയെ ആക്രമിക്കാനായി ചാടി വീണു. ഇത് കണ്ട ഇരുമ്പ് മനുഷ്യൻ ആ സിംഹവുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ആ അസിസ്റ്റന്റ് ഒരു വലിയ കല്ലെടുത്ത് ഇരുമ്പ് മനുഷ്യന്റെ തലയിലേക്ക് എറിയുന്നത്. അതോടെ അവനും കാല് തെറ്റി താഴേക്ക് വീണു. തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ 2 കൂട്ടുകാരും മരിക്കുന്നത് കണ്ട് നായിക ആകെ തകർന്നു നിൽക്കുവാണ്. അപ്പോഴേക്കും ആ സിംഹം അവളെ കൊല്ലാനായി അടുത്തേക്ക് വന്നു. പെട്ടെന്നാണ് ഒരു വലിയ സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നത്. പതിയെ അവർ തിരിഞ്ഞു നോക്കിയപ്പോഴുതാ ബോധം പോയ നമ്മുടെ സിംഹം നായികയെ രക്ഷിക്കാനായി ഓടി വരുന്നു. ചാടിയ സിംഹത്തിന്റെ മുകളിലേക്ക് വീണ് 2 പേരും കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫൈറ്റിനിടയിൽ 2 സിംഹങ്ങളും കാല് തെറ്റി താഴേക്ക് വീണു. ഇപ്പോൾ ആ അസിസ്റ്റന്റും നായികയും മാത്രമേ പാലത്തിലുള്ളൂ. മര്യാദയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന നിന്റെ ഷൂ ഇങ്ങ് തന്നേക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തള്ളി താഴേക്കിടും. ഇത് കേട്ടത് നായികയാകെ ഷോക്കായി. അത് ശരി, ഈ ഒരു ഷൂവിന് വേണ്ടിയാണോ നീ എല്ലാവരെയും കൊന്നത്? ഇത് ആദ്യമേ ചോദിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങ് തന്നേനെ. അതും പറഞ്ഞ് നായിക ഷൂസൂരി അവൻ എറിഞ്ഞു കൊടുത്തു. ഷൂസ് കയ്യിൽ കിട്ടിയതും അവന് ഒരുപാട് സന്തോഷമായി. ഇനി ആ രാജ്യം എനിക്ക് സ്വന്തം, എന്നെ എതിർത്ത് നിൽക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. പെട്ടെന്നാണ് നായികയുടെ നായ അവനെ കടിക്കാനായി വരുന്നത്. സത്യത്തിൽ ഇവന് നായകളെ നല്ല പേടിയായിരുന്നു. ദേഷ്യം കൊണ്ടത് അവനെ കടിക്കാനായി അടുത്തേക്ക് വന്നു. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് നായകളെ പേടിയാണെന്നും പറഞ്ഞ് അവൻ പതിയെ ബാക്കിലേക്ക് നടന്നതും കാല് തെറ്റി അവനും താഴേക്ക് വീണു. അവന്റെ കൂടെ ആ ഷൂസും താഴേക്ക് പോയി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടത് ആ മന്ത്രവാദിനി ആകെ തകർന്ന് അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ഇവിടെ പാലത്തിൽ നായികയും അവളുടെ നായ്ക്കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് പെട്ടെന്ന് താഴെ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത്. നായിക പതിയെ താഴേക്ക് നോക്കിയപ്പോഴുതാ ആ ഇരുമ്പ് മനുഷ്യനും പിന്നെ സിംഹവും തൊട്ട് താഴെ ഉണ്ടായിരുന്നു. ആ പാലത്തിന് താഴെ ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ വീണതുകൊണ്ട് അവർ 2 പേര് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നായിക സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. താഴെ കൊക്കയിലേക്ക് പോയ ആ ബൊമ്മ ഒരു കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറി വരുന്നു. താഴെ വീണുപോയ ആ മാന്ത്രിക ഷൂസും എടുത്തോണ്ടാണ് ആ ബൊമ്മ മുകളിലേക്ക് കയറി വന്നത്. സന്തോഷം കൊണ്ടവൾ അവരെ എല്ലാവരും കെട്ടിപ്പിടിച്ചു. എന്തായാലും നായികയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഷൂസ് അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണെന്ന്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഷൂസ് ആ ഗുഡ്വിൻ മന്ത്രവാദിനിയുടെ കയ്യിൽ കൊടുക്കണം, എന്നിട്ട് നമുക്ക് അവരോട് സഹായം ചോദിക്കാം. അത്രയും പറഞ്ഞ് അവരാ പാലം ക്രോസ് ചെയ്ത് വളരെ സന്തോഷത്തോടെ ആ ഗുഡ്വിൻ മന്ത്രവാദിനിയുടെ കൊട്ടാരത്തിലേക്ക് കയറി പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.